ഹലോ, നമുക്കിന്നൊരു ഫ്രൈഡ് റെസിപ്പി നോക്കിയാലോ. അപ്പോൾ നമ്മൾ 2 കാടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഫ്രൈ ചെയ്യാനായിട്ട്. അതിന് വേണ്ട മസാലകൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരല്പം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഒരു സ്പൂൺ തന്നെ നമ്മൾ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ ഒരല്പം മുളക് പൊടി കുറഞ്ഞു പോയതുപോലെ തോന്നുന്നുണ്ട്, കുറച്ചുകൂടെ മുളക് പൊടി കൂടി ഇടുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഒരല്പമല്ല, ഒരു 1/4 ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടി ഇടുന്നുണ്ട് നമ്മളിതിലേക്ക്. പിന്നെ നമ്മളിതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് കൈകൊണ്ട് തന്നെ, സ്പൂൺ വെച്ചല്ല, കൈകൊണ്ട് തന്നെ തിരുമ്മിയെടുക്കുക കേട്ടോ. നന്നായിട്ട് തിരുമ്മിയെടുക്കുക. അപ്പം തിരുമ്മിയെടുക്കുമ്പം നല്ല കുഴാന്ന് കിട്ടുന്നില്ലെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ചേർക്കുക കേട്ടോ. അപ്പം ഞാനൊരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കൈകൊണ്ട് തന്നെ തിരുമ്മി നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടോ. ഇതൊരു അടിപൊളി കിട്ടിൽ മസാലയാണ് കേട്ടോ കാട ഫ്രൈക്ക്. ഈ ഒരു മസാലയിലേക്ക് നമുക്ക് കാടയിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെന്നില്ല കേട്ടോ. ഈ ഒരു മസാല തന്നെ നമുക്ക് ഈ ഒരു മീറ്റിന് നല്ല ടേസ്റ്റ് തരും. അത് കഴിഞ്ഞ് ഞാൻ കാടയൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഫുൾ കാടയിട്ടാൽ ചിലപ്പോൾ വേവാനും ഈ മസാല പിടിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തത് നമ്മൾ ഈ എന്താ പറയുക, മസാലയിലേക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. പിന്നെ നിങ്ങൾക്കിത് എത്ര ടൈമുണ്ടോ അത്രയും ടൈം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഞാനിത് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ മോന് വേണ്ടി മാറ്റി വെച്ചതാണ് കേട്ടോ. ഇതിൽ ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും ഉപ്പും മാത്രം ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച ഈ ഒരു പോർഷൻ, ഇത് മോനാണ്. അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മസാലയൊക്കെ കുഴച്ച് വെച്ച് മാരിനേറ്റ് ചെയ്ത കാട ഫ്രൈ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഈ കാട മുങ്ങി നിൽക്കുക എണ്ണ ഉണ്ടാവണം കേട്ടോ. എന്നാലേ നല്ല ഫ്രൈ ആയിട്ട് കിട്ടുമ്പോൾ ആ ഒരു ടേസ്റ്റ് മുര എന്നുള്ള ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പം ഈ ഒരു എണ്ണയിലേക്ക് ഞാൻ ഈ പീസുകളൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പം എൻ്റെ വീട്ടിലെല്ലാവർക്കും തന്നെ നല്ല മുരുമുരാന്നുണ്ടാവണം കേട്ടോ. നല്ല ഡ്രൈ ഫ്രൈ ആവണേ, അതാണ് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. നമ്മൾ കടിക്കുമ്പോൾ കറുമുറാന്നിരിക്കണം. ആ ഒരു പരുവമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. നിങ്ങളുടെ പരുവം ഏതാണെന്ന് വെച്ചാൽ ആ ഒരു പരുവത്തിന് നിങ്ങൾക്കിത് വേവിച്ച് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പീസുകളെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ, എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ തീയൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പാകത്തിന് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വയ്ക്കരുത്, അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് വെന്ത് വന്നോട്ടെ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ആ മസാലയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഓൾറെഡി ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് മറിച്ചിട്ട് മറുഭാഗം കൂടെ വേവിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമുക്ക് കറിവേപ്പില ഇടാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് വാരി വിതറിക്കോളൂ, നല്ല ടേസ്റ്റ് കിട്ടും. അപ്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് കുറച്ച് നേരം കൂടെ ഒന്ന്, ഏകദേശം ഇത് ഫ്രൈ ആയിട്ടുണ്ട്, ഒന്നുകൂടെ ഞങ്ങൾക്ക് നല്ല കറുമുറാന്ന് കിട്ടും. അപ്പം നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ കാട ഫ്രൈ, ഈസി ആൻഡ് ടേസ്റ്റി കാട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് അവസാനം അതിൻ്റെ ആ മസാല ഉണ്ടല്ലോ, അത് കളയരുത് കേട്ടോ. ആ മസാലയും കൂടെ ഒന്ന് കോരി എടുത്തേക്കണം. ആ മസാലയ്ക്ക് ഒരു അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.